ഒരു മനുഷ്യന്റെ ആത്മാവിനെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ ഒരു പുസ്തകത്തിന്റെ ഹൃദയം മനസ്സിലാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, എൻ്റെ പ്രിയ സ്നേഹിതരെ, ഇതാ പഴയ നിയമത്തിലെ 13-ാമത്തെ പുസ്തകം 1 ദിനവൃത്താന്തം. അത് പുതിയൊരു നീരുറവയല്ല, മറിച്ച് മുൻപേ കണ്ട ജലത്തിലേക്കുള്ള ആഴമേറിയ നോട്ടമാണ്. ഈ ദിനവൃത്താന്തം എഴുതിയത് പ്രവാസത്തിൽ നിന്ന് മടങ്ങിയെത്തിയ ഒരു മനുഷ്യനാണെന്ന് പറയപ്പെടുന്നു. തങ്ങളുടെ ജനത്തെ അവർ ആരായിരുന്നു എന്ന് ഓർമ്മിപ്പിക്കാൻ അവൻ ആഗ്രഹിച്ചു. അവൻ്റെ ഭാഷ പുതിയ കഥകളുടേതല്ല, മറിച്ച് വംശപരമ്പരയുടെയും ഓർമ്മപ്പെടുത്തലിൻ്റെയുമാണ്. അവൻ തുടക്കത്തെക്കുറിച്ചല്ല, മറിച്ച് ആദാമിനെയും ഇസ്രായേൽ രാജാക്കന്മാരെയും ബന്ധിപ്പിക്കുന്ന കാലത്തിൻ്റെ നിരന്തരമായ ഒഴുക്കിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ പുസ്തകം ഒരു വിശുദ്ധ ചിത്രപ്പണിയാണ്. വംശാവലിയുടെ നൂലുകളാൽ നെയ്തത് കാരണം ഈ നാമങ്ങളുടെ പട്ടികകളിൽ തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ അടങ്ങിയിരിക്കുന്നു. അത് ദൈവത്തിന് പ്രിയങ്കരനായ രാജാവായ ദാവീദിൻ്റെ ഒരു ഗീതമാണ്. അവൻ്റെ ജീവിതം സൗമ്യമായ ഒരു കൈകൊണ്ട് വിവരിക്കുന്നു. കാരണം എഴുത്തുകാരൻ അവൻ്റെ കുറവുകളിലല്ല, മറിച്ച് കർത്താവിനോടുള്ള അവൻ്റെ ഭക്തിയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അത് ദൈവാലയത്തിൻ്റെ കഥയാണ്. ദൈവത്തിൻ്റെ ഭവനം അത് പണിയാൻ ദാവീദ് വലിയ ഒരുക്കങ്ങൾ നടത്തി. എങ്കിലും അത് നിർമ്മിക്കാൻ അവന് അനുവാദം ലഭിച്ചില്ല. ഈ സന്ദേശം പുതിയ തുടക്കങ്ങളെക്കുറിച്ചല്ല, മറിച്ച് നിലനിൽക്കുന്ന വാഗ്ദാനങ്ങളെക്കുറിച്ചാണ്. വഴിതെറ്റിപ്പോയവരുടെ ഹൃദയങ്ങളിലേക്ക് അത് മന്ത്രിക്കുന്നു. ദാവീദുമായുള്ള ദൈവത്തിൻ്റെ ഉടമ്പടിയും ഒരു യഥാർത്ഥ രാജാവിനെക്കുറിച്ചുള്ള പ്രതീക്ഷയും ഇപ്പോഴും നിലനിൽക്കുന്നുവെന്ന് അവരെ ഓർമ്മിപ്പിക്കുന്നു. ശരീരം അലഞ്ഞുതിരിയുകയും ആലയം വീഴുകയും ചെയ്താലും വിശ്വാസത്തിൻ്റെ ആത്മാവും ഒരു രാജാവിൻ്റെ വംശപരമ്പരയും തകരാതെ നിലനിൽക്കുമെന്നതിൻ്റെ ഒരു സാക്ഷ്യമാണിത്.